ഹായ്, വെൽക്കം ബാക്ക് ടു ബീവീസ് ആർട്ടിസ്റ്റിക്ക. അപ്പോൾ നമുക്കൊരു വാലൻറ്റൈൻ ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഇതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിന് വേണ്ടി ഫസ്റ്റ് ഇതുപോലെ കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്. അത് ഹാർട്ട് ഷേപ്പിൽ ഇതുപോലെ 4 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡേൻ്റെ ആവശ്യമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ ഇതുപോലെ ഒരു റെഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്തൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ആ റെഡ് പേപ്പർ നമുക്ക് ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റിലത്തെ ഈ ഒരു മെത്തേഡ് ഞാൻ മുമ്പ്, അതായത് ചാനൽ സ്റ്റാർട്ട് ചെയ്തൊരു ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹാർട്ട് ഷേപ്പിൽ ഇതുപോലെ ആ ഒരു റെഡ് പേപ്പർ ഇതുപോലൊന്ന് എന്തെങ്കിലും ഒരു സ്റ്റിക്കിലൊക്കെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മിഡിൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഫിനിഷ് കിട്ടുക. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ഫില്ല് ചെയ്തപ്പം ഒരു അടിപൊളി റെഡ് കളർ ഹാർട്ട് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു വൈറ്റ് കളർ ഹാർട്ട് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടും റെഡിയാണ്. ഇനി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എക്സ്ട്രാ പൊങ്ങി നിൽക്കുന്ന ആ ഒരു പാർട്ടൊക്കെ ഇതുപോലെ ഒന്ന് ട്രിം ചെയ്തിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിന് ഒരു ഷേപ്പ് ഒന്ന് നല്ലോണം ആക്കി കൊടുക്കുക. അപ്പോൾ രണ്ടും ഇതുപോലെ ട്രിം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അത് നമ്മളെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പം അതിന് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കും കേട്ടോ. അതിന് പക്ഷേ ഒരു പ്രത്യേക ഡേൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് ഏതൊരു ദിവസവും അവരെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൊടുക്കാം. അതുകൂടി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് സർക്കിളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് നമുക്ക് ആ ഒരു ഫോം ഷീറ്റിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ 2 ഹാർട്ട് ഷേപ്പും ഇതുപോലെ ഒന്ന് അതിലോട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഗ്ലിറ്റർ ഇല്ലാത്തൊരു നോർമൽ ഫോം ഷീറ്റ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊരു ന്യൂട്രലിൻ്റെ ബോട്ടിലിൻ്റെ മൂടിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ആ മൂടിൻ്റെ പുറത്തേക്ക് ഈ ഒരു ഫോം ഷീറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള അത് വെച്ച സംഭവം നമുക്ക് ഇതിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ന്യൂട്രലിൻ്റെ ആ ഒരു ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഫോം ബോൾസ്, അതായത് തെർമോക്കോളിൻ്റെ ബോൾസിൽ അത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ ഒരു അടിഭാഗത്തായിട്ട് ഇതുപോലെ വൈറ്റ് കളർ റിബണും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്രാഫ്റ്റ്. വളരെ എളുപ്പമാണ്. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പ്രോസസ്സ് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ കൂടി നല്ല ഭംഗിയായിട്ടത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽസ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.